പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയെപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായ ഹൃദയത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധൂവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയോട് പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ പുത്രി, ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗത്തെയും നീ മറന്നുകൊള്ളുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്റെ തന്നെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജപുത്രിയുടെ ആന്തരികമാകുന്നു, അവളുടെ മേലങ്കി പൊന്നു പൊതിഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തമുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സഖിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കുമാമേ. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവർ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നരുളി ചെയ്ത മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. മർത്തിനു നിത്യമഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും.
ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ബലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. എന്റെ സഹോദരേ, വിശുദ്ധ പത്രോസിലെ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ കർത്താവെ ശ്രദ്ധിച്ചാലും. മിശിഹ അനുഗ്രഹിക്കട്ടെ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കുവാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവ്വം നിഷ്കളങ്കമായ പെരുമാറ്റം കാണുന്ന മൂലമാണത് സാധ്യമാകുക. ഭാഗ്യമണികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശിഷ്ട വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തമായ ആത്മാവാവുന്ന അനുസര രക്തമടഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തെ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായമായ കൃപയ്ക്ക് തുല്യ അവകാശ നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കുവാൻ വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദീപങ്ങൾ അനുയാത്രികരാ തിരുവചനം വരവായി ധൂപം നിറയും പീഠത്തിൽ തിരുവചനം വിടരുന്നു. ദീപങ്ങൾ അനുയാത്രികരാ തിരുവചനം വരവായി ധൂപം നിറയും പീഠത്തിൽ തിരുവചനം വിടരുന്നു. തിരുനാളങ്ങൾ തന്നടുവിൽ നിന്നിതാ തിരുമൊഴികൾ ചുരുളഴിയുന്ന നേരമാ. ചെവിയോർക്കാം ഹൃദയം നൽകാം മദരത്താലേ പാടാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് സദാപൂർവം പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവായ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 2 വാക്യങ്ങൾ 1 മുതൽ.
മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2 or 3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ട് ചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ആബിലാലെ അമ്മ ത്രൈസ്യ പറയുന്ന അതിമനോഹരമായ ഒരു ചിന്തയുണ്ട്. സ്നേഹത്തിന്റെ ആരംഭം വിവാഹത്തിൽ അത് നിലനിൽക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. സ്നേഹത്തിലൂടെ ആരംഭിക്കുന്ന വിവാഹം അത് നിലനിൽക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ അച്ഛന്മാരെ, അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, അക്ഷയ്, സിനിത, കറക്റ്റല്ലേ? എനിക്ക് കുറച്ച് നാള് അക്ഷയുടെ കൂടെ പഠിക്കാനുള്ള ഭാഗ്യമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ കൂടെയുള്ള കുറച്ച് പേർക്കൊക്കെ ആ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ ദൈവം സാക്ഷിയായിട്ട് ഒന്നാവാൻ തീരുമാനിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദേ ആർ നോ ലോങ്ങർ 2 but 1 ഫ്ലഷ്. പിന്നീട് ഒരിക്കലും നിങ്ങൾ 2 അല്ല, ഒറ്റ ശരീരമാണെന്ന്. നിങ്ങൾ ഒന്നാവാൻ തീരുമാനം എടുക്കുമ്പോൾ, കാനായിലെ കല്യാണ വിരുന്നിലെ ബഹളങ്ങളുടെ ഇടയ്ക്കും ഒന്നാവാൻ തീരുമാനം എടുക്കുമ്പോൾ നിങ്ങളെ 2 കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ആ വലയിൽ അമ്മ ത്രൈസ്യ പറഞ്ഞ പോലെ സ്നേഹത്തോടെ ആരംഭിക്കുന്ന വിവാഹം പ്രാർത്ഥനയിൽ നിലനിൽക്കും. ഇതിൽ തന്നെയുണ്ട് 2 കാര്യം. അപ്പൊ ആദ്യത്തെ കാര്യം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ അക്ഷയ ബ്രദറൊന്നും പ്രാർത്ഥിച്ചിട്ടില്ല, പ്രാർത്ഥിക്കല്ല എന്നല്ല. കാരണം എനിക്ക് പണ്ട് ഓർമ്മയുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് പഠിക്കുന്ന സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, സെമിനാറിൽ ഒരു ദിവസം പതിവില്ലാത്ത സമയത്ത് ഒരാള് ചാപ്പലില് പിന്നിലിരുന്ന് ഭയങ്കര തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഇതെന്താ പതിവില്ലാണ്ട് ഇങ്ങനെ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്തേക്ക് ചെന്നു. ഞാൻ അടുത്തുനിന്ന് ചോദിച്ചു, എന്റെ പതിവില്ലാണ്ട് ഭയങ്കര തീഷ്ണതയോടുള്ള പ്രാർത്ഥന. അപ്പൊ എന്നോട് പറഞ്ഞു, പിന്നെ പറയാം. പിന്നീട് ഞാൻ മനസ്സിലാക്കി, തന്റെ ദൈവവിളി തിരിച്ചറിയാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് ആഴത്തിലിരുന്ന് പ്രാർത്ഥിച്ചതാണ്. അന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിരിക്കും ഇന്ന് തന്റെ വിളി മനസ്സിലാക്കി വിവാഹം എന്ന കുദാശ സ്വീകരിക്കാനായിട്ട് ഇവിടെ ആയിരിക്കണം. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ്, പണ്ട് മുതലേ അക്ഷയ് പ്രാർത്ഥിക്കാറുണ്ട്. കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് എനിക്ക് വീണ്ടും പതിവില്ലാണ്ട് ഒരു മെസ്സേജ് അയച്ച്, എടാ എന്റെ കല്യാണമൊക്കെയാണ്, നീ നന്നായി പ്രാർത്ഥിക്കണം, കാർഡൊക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി, കറക്റ്റ് സമയത്ത് എത്താൻ വേണ്ടി, എന്തെങ്കിലും ടിക്കറ്റ് എടുക്കാൻ പോവാണ്, നീ എന്തായാലും പ്രാർത്ഥിക്കണം, നിനക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കും, പട്ടമൊക്കെ അല്ലേ എന്നൊക്കെ. അപ്പോൾ ഓക്കെ, സന്തോഷമായി, പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടി അക്ഷയം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഭയങ്കര സന്തോഷമായി. കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും ഒരു മെസ്സേജ്, എടാ കാർഡ് കിട്ടിയടാ, നവംബർ 28-നാണ് ഡേറ്റ് വന്നേണേ, എന്തായാലും കുറച്ച് നേർച്ചകളൊക്കെ ഉണ്ട്, കൃപാസനത്തിൽ പോകണം, എടപ്പള്ളി പള്ളിയിൽ പോകണം, നേർച്ചകളൊക്കെ നേർന്നുണ്ട്. ഞാൻ മറന്നിട്ടില്ല, ഇനി എന്തായാലും ചെയ്യണട്ടാ, ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോ ഞാൻ മനസ്സിലാക്കുന്നു, സിനിതയും ഇതുപോലെ പ്രാർത്ഥിക്കുന്നുണ്ടാവാം എന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല എന്നല്ല, നിങ്ങൾ ഇതുവരെയുള്ള നിങ്ങളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് നിങ്ങളുടെ ഒറ്റയ്ക്കായിരുന്നു, നിങ്ങളുടെ വ്യക്തിപരമായിരുന്നു, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കാൻ പറയുന്നു. പക്ഷെ ഇന്നു മുതൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ കുറച്ച് സമയം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങൾ മാറ്റിവെക്കണം. ഇന്നു മുതൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ കുറച്ച് സമയം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങൾ മാറ്റിവെക്കണം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ 2 പേർ ഒരുമിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരും. നിങ്ങൾ 2 പേർ ഒരുമിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും
നമ്മുടെ സ്വർഗസ്നായ പിതാവ് നിറവേറ്റി തരുന്നു. അപ്പോൾ നിങ്ങൾ ഇന്നു മുതലുള്ള ജീവിതത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തണം. ചിലപ്പോൾ തിരക്കുണ്ടാവാം, ചിലപ്പോൾ സങ്കടങ്ങളുണ്ടാവാം, പ്രശ്നങ്ങളുണ്ടാവാം. എന്തൊക്കെ വന്നാലും കുറച്ചു നേരം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങൾ അവസരം കണ്ടെത്തണം. സ്നേഹത്തോടെ ആരംഭിക്കുന്ന വിവാഹം അത് നിലനിൽക്കുന്നത് പ്രാർത്ഥനയിലാണ്. അമ്മ ത്രേസ്യ പറഞ്ഞാട്ടാ. രണ്ടാമത്തെ കാര്യവും ഇതിൽ തന്നെയുണ്ട്, സ്നേഹത്തെക്കുറിച്ചാണ്. സ്നേഹത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇതുപോലെ തന്നെ കുറച്ച് ദിവസം മുമ്പ് എനിക്ക് അക്ഷയ ബ്രദർ മെസ്സേജ് അയച്ചു. അപ്പൊ ഞാൻ തിരിച്ചു ചോദിച്ചു, അബ്രോഡിൽ നിന്ന് വരുമ്പോൾ ഞങ്ങൾക്ക് എന്താ കാര്യമായിട്ട് കൊണ്ടുവരാമെന്ന്. അപ്പൊ എന്നോട് 2 കാര്യമാണ് പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം, എത്ര തിരക്കാണെങ്കിലും നിങ്ങളുടെ തിരുപ്പട്ടത്ത് ഞാൻ വരാൻ മാത്രമല്ല ഫുഡും കഴിച്ചിട്ടേ പോവുള്ളൂ. ഓക്കെ, സന്തോഷം, വരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. രണ്ടാമത്തെ കാര്യമാണ് എന്നെ കൂടുതൽ ചിന്തിപ്പിച്ചത്, നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് എൻ്റെ പ്രസൻസ് അല്ലേ എന്നാണ്. എൻ്റെ പ്രസൻസ് അല്ലേ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്നാണ് എന്നോട് പറഞ്ഞത്. കേൾക്കുമ്പോൾ ഭയങ്കര ക്രിഞ്ചായിട്ടൊക്കെ തോന്നും, ക്ലീശ ഡയലോഗ് കേട്ട് തോന്നും. പക്ഷേ അതിലൊരു പോയിന്റ് ഉണ്ട്, അതിലൊരു കാര്യമുണ്ട്. കൂടെ ആയിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ പ്രസൻസ് കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പുറപ്പാടിന്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്റെ ജനം എന്ന ഇസ്രായേൽ ജനത്തെ ദൈവം വെറുതെ വിളിക്കുകയായിരുന്നില്ല. അഗ്നിസ്തംഭമായിട്ടും മേഘസ്തംഭമായിട്ട് അവരെ കൂടെ നടന്നു, ഒപ്പം നടന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല തിരക്കുണ്ടാവും, നല്ല ദൂരെയായിരിക്കാം. അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും, എത്ര തിരക്കാണെങ്കിലും എത്ര ദൂരെയാണെങ്കിലും പരസ്പരം കൂടെയായിരിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തണം. പരസ്പരം കൂടെയായിരിക്കാൻ സമയം കണ്ടെത്തണം. ചിലപ്പോൾ കുറച്ചു നേരം സംസാരിക്കാനാവാം, അല്ലെങ്കിൽ സങ്കടങ്ങളും സന്തോഷങ്ങളും പങ്കുവെക്കാനായിരിക്കാം. കൂടെയായിരിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തണം. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു സ്നേഹപ്രകടനം. ജോഷുവയുടെ പുസ്തകത്തിൽ ദൈവം പറയുന്നുണ്ട്, മോശയോടെന്ന പോലെ ഞാൻ നിങ്ങളുടെ കൂടെ ആയിരിക്കുന്നു. ദൈവം കാണിച്ചു കൊടുത്ത സ്നേഹപ്രകടനം കൂടെ ആയിരുന്നുകൊണ്ടാണ്. അപ്പോൾ കൂടെ ആയിരിക്കാൻ സമയം കണ്ടെത്താൻ 2 കാര്യം പറയണുള്ളൂ. ഒന്ന്, പ്രാർത്ഥിക്കുക. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്താൻ, കൂടെ ആയിരിക്കാൻ, ഒപ്പമായിരിക്കാൻ സമയം കണ്ടെത്താം. അവലേൽ അമ്മ ത്രേസ്യ പറയുന്ന പോലെ സ്നേഹത്തോടെ ആരംഭിക്കുന്ന വിവാഹം നിലനിൽക്കുന്നത് പ്രാർത്ഥനയിലാണ്. ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോളം കൂടെ വിവാഹം എന്ന കുദാശ വഴി ബന്ധിരാന്നവർക്ക് വേണ്ടി കർത്താവേ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ. നിന്റെ മണവാട്ടിയ സഭയ്ക്ക് വേണ്ടി സ്വജീവനർപ്പിച്ച സ്വർഗീയ മണവാള് പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ കർത്താവേ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ. ദൈവവചനമാകുന്ന ആത്മീയവിരുദ്ധനായി സകലരെയും ക്ഷണിക്കുന്ന മിശിഹായെ നിന്റെ പ്രമാണമനുസരിച്ച് മാതൃകരമായ കുടുംബജീവൻ നയിച്ച സ്വർഗീയ വിരുന്നിൽ പങ്കാരാകുവാൻ വിവാഹബന്ധത്തിന് അഭേദയെ പറ്റി പഠിപ്പിച്ച മിശിഹായെ പരസ്പര വിശ്വസ്തയോടും ചാരിത്രത്തിലൂടെ സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കാനായിലെ കല്യാണം എന്ന് വെച്ച് തന്റെ സാന്നിധ്യത്താൽ വധുവരന്മാർ അനുഗ്രഹിച്ച മിശിഹായെ നിന്റെ സഹായത്തിൽ ആശ്രയിച്ച ദിവസാന്നിധ്യം അനുഭവിച്ച പ്രാർത്ഥന നിരന്തരമായി ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നമുക്ക് സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വധൂവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. പ്രിയ സഹോദരേ, ഈ വധുവരന്മാർ വിവാഹം എന്ന കുദാശയാൽ ബന്ധിരാകാൻ പോകുന്നു. ഈ കുദാശയെ യോഗ്യതയോടെ പരികർമ്മം ചെയ്തതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടെ ശ്രദ്ധയോടെ മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിത സഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്തപരിപാലയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ഈ ദാസരെ ശക്തനാക്കണമേ. അങ്ങേ കൃപാവരം സമൃദ്ധമായി ഞങ്ങളിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. രക്ഷയുടെയും സ്ഥിരതയുടെയും ഭാഗത്തുനിന്ന് ഓരോരുത്തരും സാക്ഷി
സാക്ഷികളായിട്ട് മുൻപോട്ട് വന്ന് നിൽക്കുക. സാക്ഷികൾ വിവാഹ ഉടമ്പടിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയുക. അക്ഷയ്, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി സിനിതയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? സിനിത, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി അക്ഷയെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? സാക്ഷികൾ, നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുവിൻ. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ യേശു മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. താലി ആശീർവദിക്കുന്നു. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇതിവരുടെ വിശ്വസ്തയുടെ അടയാളമായി തീരുകയും ചെയ്യട്ടെ. മോതിരങ്ങൾ ആശീർവദിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മന്ത്രകോടി ആശീർവദിക്കുന്നു. കൃപാവരത്തിന്റെ അനശ്വര വസ്തുത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവെ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. പുതിയ കുടുംബത്തിൻ കതിരുകൾ ഉയരുന്നു. തിരുസഭ വിജയത്തിൻ തൊടുകുറി അണിയുന്നു. പുതിയ കുടുംബത്തിൽ കതിരുകൾ ഉയരുന്നു. തിരുസഭ വിജയത്തിൽ തൊടുകുറി അണിയുന്നു. നവദമ്പതിമാരെ പാവകമരുളുന്നു. മഞ്ജുളവാണികളാ മംഗളമരുളുന്നു. അവനീയമുന്നതമാ അമ്പലവീഥികളിൽ മംഗളവീഥികളാ പൊങ്ങി വിളങ്ങുന്നു. പുതിയ കുടുംബത്തിൻ കതിരുകൾ ഉയരുന്നു. തിരുസഭ വിജയത്തിൻ തൊടുകുറി അണിയുന്നു. പുതിയ കുടുംബത്തിൻ കതിരുകൾ ഉയരുന്നു. തിരുസഭ വിജയത്തിൻ തൊടുകുറി അണിയുന്നു. ഇന്ന് മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും
വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. സഹോദരൻ, നിങ്ങൾ തലവണച്ച് ആശീർവാദം സ്വീകരിക്കുക. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹാ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങൾക്ക് ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്നേഹത്തിൻ തിരുഭോജ്യമേ, ആത്മാവിൽ നിറയുന്ന ചൈതന്യമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലം കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിന്റെ തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. കർത്താവായ മിശിഹായ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുക്കുടുംബത്തിന്റെ നായകനായ മറിയോസേഫിന്റെയും ആദിസ്തമയുടെ കുടുംബ ജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന കൂദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശദീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ ഹൃദയമേ സ്വസ്തി. അങ്ങനുസരിച്ച് കുർബാന കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിന് കാരണമാകട്ടെ. എന്നൊരു വിലയർപ്പിക്കുവാൻ ഞാൻ വരുമ്പോൾ എന്നറിഞ്ഞുകൂടാ. പ്രത്യേകമായിട്ട് അക്ഷയ്ക്കും സിനിതയ്ക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. സിനിതയെ ഒത്തിരി സ്നേഹത്തോടുകൂടി ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു മകളായിട്ട്, നല്ലൊരു സഹോദരിയായിട്ട് എല്ലാം ഞങ്ങളുടെ കൂടെ എന്നും ഉണ്ടാകണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. സിനിതയുടെ കുടുംബാംഗങ്ങളെയും ഒത്തിരി സ്നേഹത്തോടുകൂടി ഞങ്ങൾ നന്ദി പറയുന്നു. നിങ്ങളുടെ മകളെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഞങ്ങൾ നൽകിയതിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അക്ഷയ് സെമിനാറിലായതുകൊണ്ടാണ് ഒത്തിരി അച്ഛന്മാർ വന്നതൊക്കെ അറിയാലോ. ഞങ്ങളുടെ കസിൻസിൽ തന്നെ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും എന്താവശ്യത്തിനും വിളിക്കാൻ
എല്ലാ ആശംസകളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക്